ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന PKS സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് AK ബാബു ഉണ്ട്. സഖാവിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. PKSന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് സഖാക്കൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്ക് അവസാനിപ്പിക്കുന്നു. പട്ടികജാതി ക്ഷേമസമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ 14 ജില്ലകളിലും ഇത്തരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിലേക്ക് പട്ടികജാതി ക്ഷേമസമിതി സമരവും ധർണയും സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ സമരത്തിന് ആധാരമായ വിഷയങ്ങൾ എനിക്ക് മുന്നേ സ്വാഗതം പറഞ്ഞ ജില്ലാ സെക്രട്ടറി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കേന്ദ്ര സർവകലാശാലയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് 2014 ശേഷം രാജ്യത്തെ കേന്ദ്ര സർവകലാശാലകളിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന കുറ്റകരമായ അനാസ്ഥയാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ഉയർത്തിക്കാണിക്കുന്നത്. കേന്ദ്ര സർവകലാശാലയിൽ നടക്കുന്ന സംവരണ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംവരണ നിയമനങ്ങളിൽ, അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രവേശനങ്ങളിൽ സംവരണ തത്വം പാലിക്കാതെ അതിരുന്ന സാഹചര്യം നിലനിൽക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അധ്യാപക അനധ്യാപക തസ്തികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനവധിയായ തസ്തിക, ഏതാണ്ട് 9307ഓളം തസ്തിക പട്ടികജാതി മേഖലയിൽ മാത്രമായിട്ട് ഇനിയും കലാശാലയിലെ വിദ്യാർത്ഥി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥി പ്രവേശനത്തിൽ സംവരണ തത്വം പാലിക്കുന്നില്ല. ആ സംവരണ തത്വത്തിൽ അഡ്മിഷൻ കിട്ടി വരുന്ന കുട്ടികളാകട്ടെ കോഴ്സ് പൂർത്തീകരിക്കുന്നതിനുള്ള ഭൗതിക സാഹചര്യം സർവകലാശാലകൾക്ക് അകത്തുണ്ടാകുന്നില്ല. ചെറുപ്പക്കാരൻ ആത്മഹത്യയിലേക്ക് തിരിയുകയായിരുന്നു. സർവകലാശാലയുടെ അധ്യാപകരുടെ പീഡനവും മറ്റുമാണ് അത്തരത്തിലുള്ള ആത്മഹത്യക്ക് പ്രേരണയായത്. അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഏറ്റവും ശോചനീയമായ സാഹചര്യങ്ങളിൽ വരുന്ന വിദ്യാർത്ഥികളാണ് ഇത്തരത്തിലുള്ളത്. ആ മികവിനെ മാനിക്കാതെ അവരെ ഈ മേഖലയിൽ നിന്നും ഒഴിവാക്കി നിർത്തുന്നതിന് വേണ്ടി ബോധപൂർവം അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ, സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾ, അവരുടെ ലംസം ഗ്രാൻഡും സ്റ്റൈപ്പൻഡുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആനുകൂല്യങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ഭൗതിക സാഹചര്യം ഇത്തരം സർവകലാശാലകൾക്കകത്ത് നടപ്പിലാക്കണമെന്നാണ് സർവകലാശാല അധികാരികളോട് പറയാനുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, അധ്യാപക തസ്തികയിൽ സംവരണത്തിന്റെ മാനദണ്ഡം കേവലം പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് മാത്രമല്ല സംവരണം 6 തരത്തിലുള്ള സംവരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. പട്ടികജാതി പട്ടികവർഗ സംവരണം, വനിതാ സംവരണം, വികലാംഗ സംവരണം, പിന്നോക്ക സംവരണം, മറ്റേ EWS എന്നുള്ള പുതിയ മേഖലയിലേക്കുള്ള സംവരണം. അപ്പൊ സംവരണത്തിന്റെ മാനദണ്ഡം തന്നെ മാറുകയാണ്. പട്ടികജാതി ജനവിഭാഗങ്ങൾക്കുള്ള സംവരണമാകട്ടെ അവരുടെ ജാതീയമായ അവശതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. വനിതാ സംവരണമാകട്ടെ വനിതകൾക്കുള്ള ലിംഗസമത്വത്തിന് വേണ്ടിയുള്ള സംവരണമാണ്. വികലാംഗ സംവരണമാകട്ടെ അവരുടെ വൈകല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. EWSന്റെ സംവരണത്തിലേക്കാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് സംവരണത്തെ ഒതുക്കി തീർക്കുന്നപൂർവ്വം ശ്രമിക്കുന്നത്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോക്കത്തിലെ പിന്നോക്കക്കാരുടെ മാത്രം സംവരണമായിട്ട് സംവരണ തത്വത്തെ പരിമിതപ്പെടുത്തുന്നതിനുള്ള ശ്രമം കഴിഞ്ഞ 2014 തുടങ്ങി ഇന്ത്യക്കകത്ത്, ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സംവരണ തത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒഴിവുകൾ നികത്താത്തതിന്റെ മൂല കാരണവും അത് തന്നെയാണ്. അധ്യാപക തസ്തികകൾ, അനധ്യാപക തസ്തികകൾ ഇതെല്ലാം ഇങ്ങനെ വേക്കന്റ് ആയി കിടക്കുകയാണ്. PKS പറയാനുള്ളത്, പട്ടികജാതി ക്ഷേമസമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ സംഘടനയ്ക്ക് അഖിലേന്ത്യാ തലത്തിൽ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട്. ഈ അഖിലേന്ത്യാ തലത്തിലുള്ള കോർഡിനേഷൻ കമ്മിറ്റി ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായ പേരുകളിലും വ്യത്യസ്തമായ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. DSM എന്ന് പറയുന്ന ദളിത് ശോഷൺ മുക്തി മഞ്ച് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഈ അഖിലേന്ത്യാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ
ഇതിനൊരു പ്ലാറ്റ്ഫോം ഒരുക്കിക്കൊണ്ട് ദളിത് മുന്നേറ്റത്തിന് അല്ലെങ്കിൽ പട്ടികജാതി മേഖലയിലുള്ള ഈ വിഷയങ്ങൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അഖിലേന്ത്യാ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിന്റെ 14 ജില്ലക്കകത്തും ഞങ്ങൾ ഇത്തരത്തിലൊരു സമരം നടത്തിയത്. വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ ഈ ജനതയുടെ പുരോഗതിയുടെ സാമൂഹിക മുന്നേറ്റത്തിന് തടസ്സം നിർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സർവകലാശാല നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർത്തീകരണത്തിലോട്ടോ അല്ലെങ്കിൽ നിയമനങ്ങളിലോട്ടോ അധികാരികൾ പോകാം. മറ്റൊരു വിഷയം ഞങ്ങൾ പറയുന്നത് പട്ടികജാതി അതിക്രമ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ട് 75 വർഷങ്ങൾ പിന്നിടുന്ന ഈ കാലയളവിൽ ഭരണഘടനയുടെ ആത്യന്തികമായ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഭരണഘടനയെ അനുശാസിക്കുന്ന പട്ടികജാതി സംവരണം എന്നുള്ളത്. ആ സംവരണത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് പട്ടികജാതി ജനവിഭാഗങ്ങൾക്കുള്ള അതിക്രമ നിയമം 1989 ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്ത് പാസാക്കിയത്. പട്ടികജാതി അതിക്രമ നിയമം ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തേക്ക് നടപ്പിലാക്കി കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്കറിയാം, പട്ടികജാതി ജനവിഭാഗങ്ങൾ രാജ്യത്തിന്റെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ അതിഭീകരമായ കടന്നാക്രമണങ്ങൾക്ക് വിധേയമാകുകയാണ്. അപ്പോ പട്ടികജാതി ജനവിഭാഗങ്ങളുടെ ഈ അതിക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് ഇത്തരം അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ട് 89 പട്ടികജാതി ജനവിഭാഗങ്ങളുടെ മാഗ്ന കാർട്ട എന്നാണ് ഈ നിയമത്തെ അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ആ നിയമത്തെ വയലേറ്റ് ചെയ്യുന്ന തരത്തിലേക്കുള്ള കണക്കുകളാണ് രാജ്യത്ത് നിന്ന് പുറത്തു വരുന്നത്. സുപ്രീം കോടതി തന്നെ അതിന്റെ നിയമങ്ങളുടെ ചിറകരിയുന്ന തരത്തിലേക്കുള്ള ആ നിയമത്തെ വയലേറ്റ് ചെയ്യുന്ന നിയമത്തിന് ഭേദഗതി വരുത്തുന്ന തരത്തിലേക്ക് ഇന്ത്യയിലെ ഗൂഢശക്തികളായിട്ടുള്ള RSS സംഘപരിവാർ ശക്തികൾ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ നിയമത്തെ ഇന്ന് പരിമിതപ്പെടുത്തിയത്. ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് വിധേയമാകുന്ന ജനവിഭാഗങ്ങൾക്ക് അവർക്ക് സമാശ്വാസ പദ്ധതികൾ, പുനരധിവാസ പദ്ധതികൾ, അതോടൊപ്പം തന്നെ ആരോപിക്കപ്പെട്ട കുറ്റവാളികളെ ശിക്ഷിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലേക്കാണ് ഈ നിയമത്തെ വ്യാഖ്യാനിച്ചിരുന്നത്. പക്ഷെ ആ നിയമത്തിന്റെ കണക്കുകൾ കഴിഞ്ഞ 2018-22 കാലഘട്ടത്തിൽ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പുറത്തുവിട്ട കണക്കുകൾ ഞങ്ങളുടെ സമരമുഖങ്ങളിലൂടെ ഞങ്ങൾ ഉന്നയിക്കുകയാണ്. എന്താണ് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പുറത്തുവിട്ട കണക്കുകൾ? ഇന്ന് 2,47,000-ഓളം കുറ്റകൃത്യങ്ങൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു. ഈ 18-ലും 2022-ലും. ഈ കണക്ക് സുപ്രീം കോടതിയുടെ വിധിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിയമ ഭേദഗതി വരുത്തുന്നതിലേക്ക് ഈ പട്ടികജാതി അതിക്രമ നിയമത്തെ കൊണ്ട് തന്നെ എത്തിക്കണമെന്നാണ് പട്ടികജാതി ക്ഷേമ സമിതിക്ക് പറയുവാനുള്ളത്. ഈ അതിക്രമങ്ങളുടെ കണക്കുകൾ രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്നതാണ്. അപ്പോ അത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ രാജ്യത്ത് നിന്നും പുറത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന ഇന്ത്യക്കകത്ത് എഴുതിയുണ്ടാക്കിയ അംബേദ്കറെ പോലുള്ള ആളുകളുടെ ആ വ്യക്തിത്വത്തെ അപമാനിക്കുന്ന തരത്തിലേക്ക് രാജ്യം ഭരിക്കുന്നവർ മാറുന്നു. രാജ്യത്ത് ജനാധിപത്യപരമായിട്ടുള്ള അവകാശം ഇന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. വ്യത്യസ്തനായിട്ടിരിക്കാനും ആ വ്യത്യസ്തതയുടെ പേരിൽ ആക്രമിക്കപ്പെടാതിരിക്കാനുള്ള അവകാശമാണ് ജനാധിപത്യത്തെ കുറിച്ച് അംബേദ്കർ വിവക്ഷിക്കുന്നത്. പക്ഷെ ഇന്ന് ജനാധിപത്യം ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നിടത്തേക്ക് രാജ്യം മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും ഇന്ത്യക്കകത്തേക്ക് ഒരു ദേശീയ പ്രക്ഷോഭത്തിലേക്ക് പട്ടികജാതി ക്ഷേമ സമിതി പോലുള്ള സംഘടനകൾ വരും നാളുകളിൽ കടന്നു വരും. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ സമരത്തെ നോക്കിക്കാണുന്നത്. നമുക്കറിയാം, പട്ടികജാതി ജനവിഭാഗങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം ഇന്ത്യക്കകത്തേക്ക് കൊണ്ടുവന്നത്. ആ സംവരണത്തെ തന്നെ പരിമിതപ്പെടുത്തി ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ രാജ്യത്തിന്റെ അകത്ത് നടക്കുന്നു. മാത്രമല്ല, അത്തരം പ്രവേശന സീറ്റുകൾ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമാധാനപരമായ അന്തരീക്ഷത്തോടു കൂടി ആ കോളേജിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നില്ല. അത്ര ഗുരുതരമായ രീതിയിലുള്ള ജാതി പീഡനമാണ് അവർ ഏർപ്പെടുന്നത്. പല വിദ്യാർത്ഥികളും അത്തരം കോളേജ് വിട്ട് പുറത്തേക്ക് പോവുകയാണ്, അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാതെ. ചില വിദ്യാർത്ഥികൾ ഈ പീഡനം സഹിക്കവയ്യാതെ ആത്മഹത്യയുടെ പങ്കിലേക്ക് കടന്നു വരികയാണ്.
ഇങ്ങനെ ഉന്നതമായ വിദ്യാഭ്യാസ മേഖല പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുന്ന സമീപനവുമായി ബിജെപിയുടെ ഗവൺമെന്റ് മുന്നോട്ട് കടന്നു വരികയാണ്. നമുക്കറിയാം, ഇന്ത്യൻ റെയിൽവേയിൽ 9 ലക്ഷത്തിലധികം വരുന്ന ആളുകളെ നിയമിക്കപ്പെടാനുണ്ട്. 9. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കപ്പെടുന്ന സമീപനവുമായിട്ട് അവർ മുന്നോട്ട് കടന്നു വരികയാണ്. സംവരണത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കേണ്ട പട്ടികജാതി സീറ്റുകൾ, അത്തരം സീറ്റുകളിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് ഇത്തരം വിദ്യാർത്ഥികളെ പ്രവേശിക്കുന്നില്ല. പ്രവേശനത്തിലധികം വരുന്ന ആളുകൾ നിയമിക്കപ്പെട്ടാൽ 22.5% ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ബന്ധപ്പെട്ടുകൊണ്ട് സംവരണത്തിൽ കൂടി ലഭിക്കേണ്ട ഉദ്യോഗമാണ്. അതെല്ലാം നിയമന നിരോധനത്തിന്റെ ഭാഗമായി അത്തരം നിയമനങ്ങളിൽ താൽക്കാലിക നിയമനം നടത്തിക്കൊണ്ട് മുന്നോട്ട് കടന്നു വരികയാണ്. താൽക്കാലിക നിയമനം നടത്തിയാൽ സംവരണം കൊടുക്കേണ്ടതില്ല. തങ്ങളുടെ ഇഷ്ടക്കാരെയും ബന്ധക്കാരെയും സ്വന്തക്കാരെയും എല്ലാം ഇത്തരം മേഖലകളിലേക്ക് കടത്താം. അത്തരം ഒരു സമീപനം എടുത്തുകൊണ്ട് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മുന്നോട്ട് കടന്നു വരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന നിരവധിയായ അവകാശങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് നൽകപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ഒന്നൊന്നായി നിഷേധിക്കപ്പെടുന്ന രീതിയിലേക്ക് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ മുന്നോട്ട് കടന്നു വരികയാണ്. മതേതരത്വവും ജനാധിപത്യവും എന്നേക്കുമായി കുഴിച്ചുകൂടുന്ന രംഗത്തേക്ക് കടന്നു വരികയാണ്. ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും തങ്ങളുടെ പരിധിയിൽ നിർത്തി തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന അത്തരം സ്ഥാപനങ്ങളാക്കി മാറ്റപ്പെടുകയാണ്. വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ രാജ്യത്ത് ഏതാണ്ട് 145 കോടിയിൽ പരം വരുന്ന മനുഷ്യന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ്. ഇന്നലെ വരെ ജീവിച്ചു മരിച്ചവരും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരും നാളെ ജനിക്കാൻ പോകുന്ന തലമുറയ്ക്കും ബാധകമായത് ഒന്നേ ഉള്ളൂ, ഇന്ത്യയുടെ ഭരണഘടന. ആ ഭരണഘടന പരമായിട്ടുള്ള അവകാശങ്ങള് ഈ പാവപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നിഷേധിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവരെ ഇല്ലായ്മപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള നിയമനിർമ്മാണവുമായിട്ടാണ് കേന്ദ്രം ഭരിക്കുന്ന ബിജെപി സംഘപരിവാർ ശക്തികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര ക്രൂരമായിട്ടുള്ള, ഇത്ര മോശപ്പെട്ട ഒരു അനുഭവം ഇന്നലെ വരെ ഈ രാജ്യം ഭരിച്ച ഏതെങ്കിലും ഒരു ഗവൺമെന്റിൽ നിന്ന് ഉണ്ടായിട്ടില്ല. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭരണം നടത്തപ്പെട്ടിട്ടുള്ള കാലങ്ങളിൽ പോലും ഈ രാജ്യത്തെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് ഇത്ര ക്രൂരമായിട്ടുള്ള സമീപനം സ്വീകരിച്ചിട്ടില്ല. ഇതെല്ലാം നയപരമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം ബിജെപി സംഘപരിവാർ ശക്തികൾ എന്ന് പറയപ്പെടുന്ന ആ സംഘികൾ അവർ ലക്ഷ്യം വയ്ക്കുന്ന ഒരു രാജ്യ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് അവർ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ മഹാരാജ്യം ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക.